Good morning, students. Today we are going to study the new lesson from your textbook बसंत भाग 2. पाठभाग का नाम है रक्त और हमारा शरीर. रक्त और हमारा शरीर. रक्त और हमारा शरीर. लेखक का नाम है यतीश अग्रवाल. लिसन टू पेज नंबर 39. लेखक का नाम है यतीश अग्रवाल. यतीश अग्रवाल. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠത്തിന്റെ പേരാണ് രക്ത और हमारा शरीर. രക്ത और हमारा शरीर. രക്തം കേട്ടിട്ടുണ്ടോ? രക്തം എന്ന വാക്ക്. രക്തം എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ രക്തം എന്നാണ് പറയുക. എന്താണത്? ബ്ലഡ് അല്ലെ. രക്ത और हमारा शरीर. രക്തവും നമ്മുടെ ശരീരവും. ശരീർ മീൻസ് എന്താ? ബോഡി അല്ലെ. രക്ത और हमारा शरीर. ശരീരവും ബ്ലഡും. എന്താണ് ശരീരവും ബ്ലഡും തമ്മിലുള്ള ബന്ധം? എന്താണ് അറിയാമോ? നിങ്ങൾ പഠിക്കുന്നതല്ലേ, സയൻസിൽ പഠിക്കുന്ന പാഠമല്ലേ? ഇതൊക്കെ സയൻസിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ബ്ലഡിനെ കുറിച്ച്, ബ്ലഡിലെ കണ്ടൻസിനെ കുറിച്ച് അല്ലെ. ബോഡി എന്തൊക്കെ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ. ശരീരം എന്തൊക്കെയുണ്ട്? മാംസമുണ്ട് അല്ലെ, പിന്നെന്തുണ്ട്? അസ്ഥിയുണ്ട്, ബ്ലഡ് ഉണ്ട്, പല പല കണ്ടന്റുകൾ നമ്മുടെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പുതിയ പാഠത്തിന്റെ പേരാണ് രക്ത और हमारा शरीर. ഈ ലെസൺ ആരാണ് എഴുതിയത്? ഈ ലെസന്റെ ലേഖകന്റെ പേര് യതീഷ് അഗ്രവാൾ. എന്താണ്? യതീഷ് അഗ്രവാൾ. പാഠഭാഗത്തില് ഈ പാഠഭാഗം എഴുതിയിരിക്കുന്ന ലേഖകന്റെ പേര് യതീഷ് അഗ്രവാൾ എന്നാണ്. യതീഷ് അഗ്രവാൾ. ഈ ലെസൺ നമുക്ക് നോക്കാം. ദിവ്യ അനിൽ കി ഛോട്ടി ബഹൻ ഹേ. ദിവ്യ. ദിവ്യ എന്ന് കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേരാണ് അല്ലെ. ദിവ്യ അനിലിന്റെ യങ്ങർ സിസ്റ്റർ ആണ്. ഛോട്ടി ബഹൻ മീൻസ് എന്താ? യങ്ങർ സിസ്റ്റർ അല്ലെ. ഇളയ സഹോദരിയാണ്. അവനേക്കാളും പ്രായം കുറഞ്ഞ അവന്റെ ഇളയ സഹോദരിയാണ് ദിവ്യ. യോം തോ വഹ് ശുരു സേ ഹി കംസോർ ഹേ. എന്താണ്? എങ്കിലും അവള് കുഞ്ഞുകാലം മുതൽ കുട്ടിയാണ്. അവള് ദിവ്യ അനിലിന്റെ സിസ്റ്ററാണ്, അതും യങ്ങർ സിസ്റ്ററാണ്. എങ്കിലും അവള് ചെറുപ്പം മുതലേ കംസോർ. കംസോർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കംസോർ. കംസോർ മീൻസ് വീക്ക്. എന്താണ്? വീക്ക്. അവൾ വളരെ വീക്കാണ്. നമ്മൾ പറയാറുണ്ട് ചില കുട്ടികളെ ഫിസിക്കലി ഭയങ്കര വീക്കാണെന്ന് പറയും, ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥ അല്ലേ. അപ്പോൾ അവള് കുഞ്ഞു നാളാൽ മുതൽ, അതായത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അവള് വളരെ വീക്കായിട്ടാണ്. അവളുടെ ശരീരം വലിയ വീക്കായിട്ടാണ് തോന്നുന്നത്. ലേക്കിൻ ഇധർ കുച്ച് ദിനോം സേ ഉസേ ഹർ സമയ തകാൻ മഹസൂസ് ഹോത്തി രഹത്തി ഹേ. എന്നാൽ ചില ആളുകൾ കുഞ്ഞുകാലം മുതൽ ബൈ ബർത്തിൽ തന്നെ വെയിറ്റ് കുറവായിരിക്കും അല്ലേ. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് ഒക്കെ അവർ എഴുതി ഡോക്ടർമാർ നമ്മുടെ കയ്യിൽ തരും അല്ലേ. അപ്പോൾ ഈ ബേബികളായിരിക്കുമ്പോൾ എങ്ങനെയാണ്? നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ്. അവർ വളർന്നു വരുമ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. ചിലർ ബൈ ബർത്തിൽ തന്നെ വെയിറ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്താണ്? വളർന്നു വരുമ്പോഴും അവർക്ക് വെയിറ്റ് കുറവായിരിക്കും, ഇച്ചിരി ബോഡി വീക്കായിരിക്കും. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവർക്ക് പിടിക്കും. അങ്ങനെയുള്ള പല പ്രോബ്ലവും ഉണ്ടാവും. അപ്പോൾ ദിവ്യയ്ക്ക് കുഞ്ഞുകാലം മുതൽ തന്നെ, കുട്ടിക്കാലം മുതൽ തന്നെ അവൾ ബോഡി വളരെ വീക്കാണ്. പക്ഷെ ഈയിടെയായിട്ട് എന്താണ്? കുച്ച് ദിനോസേ ഹർ സമയ എപ്പോഴും थकान महसूस होती रहती है. എന്താണ് थकान? थकान മീൻസ് എന്താണ്? ടയേർഡ്നെസ്. എപ്പോഴും ക്ഷീണമാണ്. എപ്പോഴും എവിടെയെങ്കിലും കിടക്കണം, ഒരു എനർജി ഇല്ല, എവിടെയെങ്കിലും ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ എപ്പോഴും थकान മീൻസ് എന്താ? थकान മീൻസ് എന്താണ്? ടയേർഡ്നെസ്, അതായത് ക്ഷീണം അനുഭവപ്പെടുക. മഹസൂസ് ഹോന ടു ഫീൽ. മഹസൂസ് ഹോന ടു ഫീൽ. എപ്പോഴും എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരേ ഒരു അവസ്ഥ, ഒരു സമയത്ത് പോലും ഒരു എനർജറ്റിക് ആയിട്ട് അവളെ കാണാൻ സാധിക്കുന്നില്ല. ഭയങ്കര ടയേർഡായിട്ടാണ് എപ്പോഴും എവിടെയെങ്കിലും കുത്തിയിരിക്കുന്നത് കാണാം. മൺ കിസി കാമേം നെഹി ലഗ്ത. എന്താണ്? നമുക്ക് ഭയങ്കര നമ്മുടെ ശരീരം വീക്കാണ്, നമുക്ക് ഭയങ്കര എന്താണ് ക്ഷീണമാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ജോലി എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? പഠിക്കാൻ ഉത്സാഹം കാണത്തില്ല, ആഹാരം കഴിക്കണമെന്നില്ല, എവിടെയെങ്കിലും കിടന്നുറങ്ങണം അല്ലെ. ക്ഷീണമാണ്. അപ്പൊ അതേ ഒരു അവസ്ഥയാണ് ആർക്ക്? ദിവ്യയ്ക്ക്.
എപ്പോഴും എവിടെയെങ്കിലും ഇരിക്കണം, അല്ലെങ്കിൽ കിടക്കണം, ഉറങ്ങണം, അങ്ങനെ ഒരു വല്ലാത്തൊരു ക്ഷീണഭാവമായിരുന്നു അവൾക്ക്. മൻ കിസി കാമേ നഹിലത്ത, ഇൻട്രസ്റ്റോടുകൂടി ഒരു ജോലി, പഠനമാകട്ടെ കളിയാകട്ടെ ഒന്നിലും അവൾക്കൊരു താല്പര്യമില്ല. ഒരു ജോലിയിലും ഒരു പ്രവൃത്തിയിലും അവൾക്കൊരു താല്പര്യവും ഇല്ലാതായി മാറി. ഭൂഖ് ഭി പഹ്ലേ സേ കം ഹോ ഗയി ഹേ, വിശപ്പോ പണ്ട് കുറച്ചൊക്കെ വിശപ്പ് ആഹാരം സമയത്തിന് കഴിക്കണമെന്ന് തോന്നുമായിരുന്നു. ഇപ്പൊ അതും ഇല്ല, മുമ്പത്തേക്കാളും വിശപ്പ് കുറഞ്ഞൊരവസ്ഥയായി. വിശപ്പേ ഇല്ല, ആഹാരം കഴിക്കേണ്ട വിശപ്പേ ഇല്ലാത്തൊരവസ്ഥയായി. മനസ്സിലായോ? ഭൂഖ് ഭി ബഹുത് കം ഹോ ഗയി ഹേ, അതായത് വിശപ്പും വളരെ. ഭൂഖ് മീൻസ് എന്താ? ഭൂക്ക് വിശപ്പ്, ഭൂക്ക് ദാഹം എന്നുള്ളത് എന്താ പറയാ? പ്യാസ് അല്ലെ? ഭൂക്കെ പ്യാസേ, ഭൂക്കെ ഔർ പ്യാസേ, ഭൂക്ക് ഔർ പ്യാസ്. അപ്പോ വിശപ്പും ദാഹവും. अस्पताल में उसे डॉक्टर ने देखा तो कहा, अस्पताल, अस्पताल എന്താ? अस्पताल എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? अस्पताल നമ്മള് ആശുപത്രി, ഹോസ്പിറ്റൽ. अस्पताल ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് അവളെ നോക്കിയ ഡോക്ടർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? लगता है दिव्या के शरीर में रक्त की कमी हो गई है. എന്താണ് ഡോക്ടർ അവളെ എക്സാമിൻ ചെയ്തിട്ട്, അതായത് അവളെ പരിശോധിച്ചിട്ട് പറഞ്ഞത്, ദിവ്യയുടെ ശരീരത്തിൽ ബ്ലഡ് കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ചെല്ലുമ്പോൾ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? കണ്ണിങ്ങനെ പിടിച്ച് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കണ്ണിൻ്റെ ഈ ഭാഗം പിടിച്ച് നോക്കിയിട്ട് പറയും, വിളർച്ച പോലെ തോന്നുന്നുണ്ട്, അയണിൻ്റെ കുറവാണെന്ന് പറയും അല്ലേ? സാധാരണ കുട്ടികളെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പനിയൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ പിടിച്ച് കണ്ണൊക്കെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുന്നിട്ട് പറയും ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളൊക്കെ കൊടുക്കാൻ പറയും, മുട്ട കൊടുക്കാൻ പറയും, പാല് കൊടുക്കാൻ പറയും അല്ലേ? അപ്പോൾ ഇവിടെയും ദിവ്യയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് എന്താണ്? ഇവൾക്ക് ബ്ലഡ് കുറവാണ്, ബോഡിയിൽ ബ്ലഡിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ജാഞ്ച് കരാക്കർ ദേഖ്തേ ഹേ, നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ജാഞ്ച് കർണ മീൻസ് ടു ടെസ്റ്റ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ എന്ത് ചെയ്യും? പനി ഇപ്പോൾ ഒരു ദിവസം ചെന്നു, ഇപ്പോഴാണെങ്കിൽ പനിയായിട്ട് ചെന്നാൽ ഉടനെ ആൻറ്റിജൻ ടെസ്റ്റും അല്ലേ, എന്താണ് RT-PCR ഒക്കെ നടത്തിയിട്ട് കൊറോണ ഉണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മുമ്പൊക്കെ പനി ഒരു തവണ വന്നു, നമ്മൾ ഒരു തവണ പോയിട്ട് മരുന്ന് വാങ്ങിച്ചു, കുറഞ്ഞില്ല, അടുത്ത തവണ ചെല്ലുമ്പോൾ ഡോക്ടറെ എന്തായാലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തേക്ക് കേട്ടോ, എന്താ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ എന്താണ്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം ബ്ലഡിൽ എന്തെങ്കിലും കണ്ടന്റ് കുറവായിട്ടാണോ അസുഖം വരുന്നത്, വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ ഈ പനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറാതെ നിൽക്കുന്നതെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴും ദിവ്യയോട് പറഞ്ഞു, എന്താ? ദിവ്യയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു, നമുക്കൊന്ന് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. यह कहकर उन्होंने दिव्या को रक्त की जांच के लिए पास के एक कमरे में भेज दिया. ഇത് പറഞ്ഞിട്ട് ഡോക്ടർ എന്ത് ചെയ്തു? ദിവ്യയെ തൊട്ടടുത്ത ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, രക്തകി ജാഞ്ച് മീൻസ് എന്താ? ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത മുറിയിലേക്ക്, കമര മീൻസ് റൂം, തൊട്ടടുത്ത റൂമിലേക്ക് അയച്ചു. ദിവ്യയെ അങ്ങോട്ട് പറഞ്ഞു അയച്ചു. അവിടെ പോയിട്ട് അപ്പുറത്തെ റൂമിൽ, നമ്മൾ സാറിന് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇവിടെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യും അല്ലേ? അവിടെ ലാബ് കാണും, ലാബിലാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു അവിടെ പോയിക്കോളൂ, അപ്പുറത്തെ മുറിയിലോട്ട് പോയിക്കോളൂ, അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുവേണ്ടി ദിവ്യയെ തൊട്ടടുത്ത മുറിയിലേക്ക് അയച്ചു. വഹാ अनिल को अपनी ही जान पहचान की डॉक्टर दीदी दिखाई दी. അവിടെ ദിവ്യ ആരാണെന്നാണ് പറഞ്ഞത്? ലെസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ദിവ്യ ആരാന്നാ പറഞ്ഞത്? അനിലിന്റെ സിസ്റ്ററാണ് അല്ലേ? അനിലിന്റെ യങ്ങർ സിസ്റ്ററാണ്. അപ്പോൾ അനിലും ദിവ്യയും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ദിവ്യയ്ക്ക് ബ്ലഡ് കുറവാണെന്ന് തോന്നുന്നു, എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് തൊട്ടടുത്ത മുറിയിലേക്ക് ദിവ്യയെയും അനിലിനെയും കൂടി പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ, അവിടെ ഇരുന്ന ഡോക്ടർ, ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആ സ്ഥലത്തിരുന്ന ഡോക്ടർ അനിലിന് പരിചയമുള്ളൊരു ഡോക്ടറായിരുന്നു. ഡോക്ടർ വഹാ അനിൽക്കോ ഈ ജാൻ പഹച്ചാൻ കി ഡോക്ടർ ദീദി ദിഖായി ദി. അവിടെ കണ്ടത് അനിലിന് പരിചയമുള്ളൊരു ഡോക്ടർ ആ റൂമിൽ ഇരിക്കുന്നത് കണ്ടു. ഡോക്ടർ ദീദിനെ കഹ, ആ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ അനി എന്താ പറഞ്ഞത്? കഹോ അനിൽ കൈസെ ആനാ ഹുവാ, എന്താ വരാൻ കാര്യം എന്താ? അനിൽ എന്തുണ്ട് വിശേഷം? എന്തിനാ വന്നത് ഹോസ്പിറ്റലിലേക്ക്? നമ്മൾ നല്ല കാര്യങ്ങൾക്കൊന്നും ഹോസ്പിറ്റലിലോട്ട് പോകാറില്ലല്ലോ അല്ലേ? പോവോ? സന്തോഷം വരുമ്പോൾ ഓണത്തിനോ ഒക്കെ അങ്ങനെയൊക്കെയാണോ പോകുന്നത്? അല്ല, നമുക്ക് അസുഖം വരുമ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അനിൽ എന്താ കാര്യം, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അനിൽ ने बताया कि डॉक्टर ने
ദിവ്യ കോ ഖൂൻ കി ജാഞ്ച് കെ ലിയേ ആപ്കെ പാസ് മേ ജാഹേ. അനിൽ പറഞ്ഞു എന്താണ്, ദിവ്യയെ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ്, അപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് എന്ന് അനില് ഡോക്ടറോട് പറഞ്ഞു. इतना सुनते ही डॉक्टर दीदी ने दिव्या की उंगली से रक्त की कुछ बूंदें एक छोटी सी शीशी में डाल दी. ഇത്ര ആയപ്പോൾ എന്ത് ചെയ്തു, ആ ഡോക്ടർ എന്ത് ചെയ്തു, ഒരു സിറിഞ്ച് എടുത്തിട്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ, സിറിഞ്ച് എടുത്തിട്ട് ദിവ്യയുടെ ബ്ലഡ് ഇങ്ങോട്ട് കുത്തിയെടുത്ത് ഒരു ചെറിയ ബോട്ടിൽ, ഒരു ചെറിയ ഒരു കുപ്പി, ബ്ലഡ് എടുക്കുന്ന കുപ്പി കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് 1-2 തുള്ളി, കുറച്ച് ബൂന്ത് മീൻസ് എന്താ, ഡ്രോപ്പ്, ബൂന്ത് മീൻസ് ഡ്രോപ്പ്, കുറച്ച് തുള്ളി ബ്ലഡ് എടുത്തിട്ട് ഒരു ചെറിയ കുപ്പിയിൽ ഒഴിച്ചു. ആ സ്ലൈഡ് പർ ലഗാദി, എന്നിട്ട് എന്ത് ചെയ്തു, അതൊരു സ്ലൈഡിൽ തൂത്തു. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാറുണ്ട്, ഒരു ചില്ലിന്റെ പീസ് ഉണ്ടാവും, ഇത്രയും വീതിയിലുള്ള ചെറിയ ചില്ലിന്റെ പീസ് ഉണ്ടാവും, അതാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. ആ സ്ലൈഡിലേക്ക് ബ്ലഡിന്റെ തുള്ളികൾ, ഈ സിറിഞ്ചിലെടുത്ത ബ്ലഡിന്റെ തുള്ളികൾ ആദ്യം കുപ്പിയിലേക്ക് മാറ്റി വെച്ചു, ചെറിയ ബോട്ടിലേക്ക് മാറ്റി വെച്ചു. ആ ബോട്ടിൽ നിന്ന് എടുത്തിട്ട് ആ സ്ലൈഡിലേക്ക് ഇങ്ങനെ ഒഴിച്ച് പരത്തി, എന്നിട്ട് അത് സൂക്ഷ്മദർശിനിയുടെ അടിയിലേക്ക് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, छोटी और स्लाइड पर लगा दी. फिर अनिल से बोली, अनिल तुम कल अस्पताल से रिपोर्ट ले जाना. അനിലിനോട് പറഞ്ഞു, ബ്ലഡ് എടുത്തു കഴിഞ്ഞു, പറഞ്ഞു അനിലെ നാളെ ഹോസ്പിറ്റലിൽ വന്നിട്ട് റിപ്പോർട്ട് വാങ്ങിച്ചോളൂ കേട്ടോ, നാളെ വരൂ, നാളെ വന്നിട്ട് അപ്പോൾ റിപ്പോർട്ട് റെഡി ആയിരിക്കും, നാളെ വന്ന് റിപ്പോർട്ട് വാങ്ങാനായിട്ട് അനിലിനോട് ഡോക്ടർ പറഞ്ഞു. അഗലെ ദിൻ अस्पताल पहुंचकर अनिल ने डॉक्टर दीदी के कमरे के दरवाजे पर दस्तक दी. അടുത്ത ദിവസം, അഗലെ ദിൻ മീൻസ് എന്താ, തൊട്ടടുത്ത ദിവസം, അസ്പതാൽ പഹുഞ്ചുകർ, ഹോസ്പിറ്റലിലെത്തി. ആരാണ് ഹോസ്പിറ്റലിൽ എത്തിയത്, അനിൽ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ ദീദിക്ക്, ഡോക്ടർ ആന്റിയുടെ മുറിയുടെ വെളിയിലേക്ക് ഇങ്ങനെ ദസ്തക്, ദസ്തക് മീൻസ് എന്താ, കൊട്ടുക, മുറിയുടെ ഡോറിൽ ഇങ്ങനെ അനില് കൊട്ടി. ഫീത്തർ സേ ആവാസ് ആയി, അകത്തു നിന്ന് ശബ്ദം കേട്ടു. എന്താണ് ശബ്ദം കേട്ടത്, ആ ജാവോ, കയറി വരൂ എന്ന് അകത്തു നിന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്, കയറി വരൂ എന്ന് അകത്തു നിന്ന് ശബ്ദം കേട്ടു. അനിലിനെ കമരമേം പ്രവേശ് കിയാത്തോ പായ, അനില് മുറിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. തൊട്ടടുത്ത ദിവസമാണ്, ആദ്യത്തെ ദിവസം അനിലും ദിവ്യയും കൂടെ ഹോസ്പിറ്റലിൽ വന്ന് ബ്ലഡ് കൊടുത്തിട്ട് പോയി, അടുത്ത ദിവസമേ റിപ്പോർട്ട് ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ റിപ്പോർട്ട് വാങ്ങാൻ വന്ന് അനില് അകത്തേക്ക് ഡോക്ടർ വിളിച്ചു ഇരുത്തി. ഡോക്ടർ ദീദി സൂക്ഷ്മദർശി ദ്വാര ഏക് സ്ലൈഡ് കി ജാഞ്ച് കർ രഹി ഥി. ഡോക്ടർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനിലിനോട് അകത്തോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ ഒരു സ്ലൈഡ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയിട്ട് ഒരു സ്ലൈഡ് ഇതിനകത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലഡ്. ദീദിക്ക് ഇഷാരേസേ, ദീദിയുടെ എന്താണ്, ഇങ്ങനെ പറഞ്ഞു ഇരിക്കൂ എന്നിങ്ങനെ കൈകൊണ്ട് കാണിച്ചു. വഹാം പാസ് രഖിയേക്ക് കുർസി പർ വൈകയ, എന്ത് ചെയ്തു, തൊട്ടടുത്തൊരു കസേരയായിരുന്നു. അപ്പോൾ ഡോക്ടർ ആന്റി സൂക്ഷ്മദർശിനി കണ്ടിട്ടുണ്ടോ, നമ്മളിവിടെ നമ്മുടെ ലാബിലൊക്കെ ഉണ്ട് മൈക്രോസ്കോപ്പ്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൈക്രോസ്കോപ്പിൽ കൂടെ ബ്ലഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കുന്ന സമയത്ത് ഡോക്ടർ അതിനകത്ത് ശ്രദ്ധ തിരിക്കാതെ തന്നെ അനിലിനോട് പറഞ്ഞു, അനിലെ ഇങ്ങോട്ടിരിക്കാൻ പറഞ്ഞു, കൈകൊണ്ട് കാണിച്ചു. ഔർ സ്ലൈഡ് കി ജാഞ്ച് പൂരി ഹോനെ പർ, ആ സ്ലൈഡിന്റെ ടെസ്റ്റ് നന്നായി കുറേ സമയം വീക്ഷിച്ചതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്തു, സാബുൻ സേ ഹാത്ത് ധോയേ, എന്ത് ചെയ്തു, അത് സോപ്പ് എടുത്തിട്ട് കൈ കഴുകി. ഔർ തൗലിയേ സേ പോഞ്ചത്തി ഹുയി ബോലി, എന്നിട്ടൊരു ടർക്കി ടവൽ എടുത്തിട്ട് ഇങ്ങനെ കൈ തുടച്ചുകൊണ്ട്, സോപ്പ്, സാബുൻ മീൻസ് എന്താ, സോപ്പ്, സാബുൻ സോപ്പ്, തൗലിയെ മീൻസ് എന്താ, ടവൽ കൊണ്ട് കൈ തുടച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്, അനിൽ ദിവ്യാക്കോ അനീമിയ ഹേ, ദിവ്യക്ക് എന്താണ് അസുഖം, അനീമിയ, വിളർച്ച, ദിവ്യക്ക് അനീമിയയാണ്. ചിന്താക്കി ബാത് നഹി, പക്ഷെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ ഒന്നും അടിക്കണ്ട. പിന്നെന്താ കാര്യം, കുച്ച് ദിൻ ദവാ ലേഗി തോ ഠീക് ഹോ ജായേഗി, കുറച്ച് ദിവസം മരുന്ന് കൊടുത്താൽ മതി, ശരിയായിക്കോളും. കുറച്ച് ദിവസം മരുന്ന് കൊടുത്താൽ മതി, ശരിയായിക്കോളും എന്ന് ഡോക്ടർ അനിലിനോട് പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന്. നമ്മൾ പഠിച്ച പാഠത്തിന്റെ പേരെന്താണ്,
രക്ത് ഔർ ഹമാര ശരീർ. പാഠത്തിന്റെ പേരെന്താണ്? രക്ത് ഔർ ഹമാര ശരീർ. ലേഖകന്റെ പേരെന്താണ്? ഏത് പാഠം പഠിച്ചാലും ആ പാഠം ആരാണ് എഴുതിയത്, ആരുടെ ലേഖനമാണ് അല്ലെങ്കിൽ ആരുടെ കഥയാണ്, കവിതയാണെന്ന് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഇത് ഹിന്ദിയിലെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരൻ യതീഷ് അഗ്രവാളിന്റെ ലേഖനമാണ് രക്ത് ഔർ ഹമാര ശരീർ. നമ്മൾ പാഠം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ദിവ്യയും അനിലും അവരെന്താണ്? ബ്രദറും സിസ്റ്ററുമാണ്. അനിലിന്റെ ഇളയ സഹോദരിയാണ് ആര്? ദിവ്യ. അപ്പോൾ ദിവ്യ കുഞ്ഞുകാലം മുതൽ തന്നെ ദിവ്യക്ക് ഇച്ചിരി ആരോഗ്യക്കുറവുണ്ട്. പക്ഷെ ഈയിടെയായിട്ട് ദിവ്യക്ക് ഭയങ്കര ക്ഷീണമാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം, ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്തേക്കാം. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ലാബിൽ തൊട്ടടുത്ത മുറിയിൽ ചെന്നു. എന്നിട്ട് ബ്ലഡ് കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു അടുത്ത ദിവസമേ റിപ്പോർട്ട് ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് അനിൽ ഹോസ്പിറ്റലിൽ വന്നു, ബ്ലഡിന്റെ റിപ്പോർട്ട് വാങ്ങാൻ ഹോസ്പിറ്റലിൽ വന്നു. അവിടെ വെച്ചിട്ട് ഡോക്ടർ എന്ത് ചെയ്തു? വേറൊരു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നോക്കിയിട്ട് ഓടി വന്നിട്ട് അനിലിനോട് പറഞ്ഞു ദിവ്യക്ക് എന്താ അസുഖം? അനീമിയയാണ്. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല, കുറച്ച് ദിവസം മരുന്ന് കഴിച്ചാൽ മതി, റെഡിയായിക്കോളുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും ഇന്ന് പഠിച്ച അത്രയും ഭാഗങ്ങൾ പേജ് നമ്പർ 34 and 35, 35ലെ ഫസ്റ്റ് പാരഗ്രാഫ് വരെ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. നന്നായിട്ട് വായിക്കുക. ഹാർഡ് വേർഡ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്ത് 2 തവണ എഴുതി പഠിക്കണം. ഓക്കെ, ഇന്ന് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.